കാസർഗോഡ് ഉളിയത്തടുക്കയിൽ ശുചിത്വ മിഷന്റെ തെരഞ്ഞെടുപ്പ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ പോലീസ് കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. 4 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഒരു സംഘം തടഞ്ഞത്. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. ഉളിയത്തടുക്ക ടൗണിൽ വെച്ച് വെള്ളിയാഴ്ചയാണ് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഒരു സംഘം ആളുകൾ തടഞ്ഞത്. ജുമുഅ നിസ്കാര സമയത്ത് പരിപാടി നടത്തുവാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ സംഘം അതിക്രമം നടത്തിയതെന്നാണ് പറയുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സംഘത്തിലുള്ളവർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നേരെ ആക്രോശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും പാഞ്ഞെടുക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നത് കാണാം. ലഹരി അടിപിടി കേസുകളിൽ പ്രതികളായവരും ചേർന്നാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് കാസർഗോഡ് പോലീസ് വ്യക്തമാക്കി. ജില്ലാ ശുചിത്വ മിഷനും കുടുംബശ്രീ ജില്ലാ മിഷനും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയായിരുന്നു ഇത്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഹരിതചട്ടങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ഈ ഹരിത സന്ദേശയാത്ര ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറാണ് കളക്ട്രേറ്റ് പരിസരത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇതിന്റെ ഭാഗമായായിരുന്നു ഉളിയത്തടുക്ക ടൗണിലും കുടുംബശ്രീ ഫ്ലാഷ് മോബ് അവതരണത്തിനായി എത്തിയത്. ഇതിനിടെയാണ് ഒരു സംഘമെത്തി അതിക്രമം നടത്തിയത്. സംഭവത്തിന് പിന്നാലെ കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. തുടർന്ന് ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു. 4 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഹരിതചട്ടം പാലിക്കണമെന്ന മുഖ്യ പരിഗണന ഉണ്ടാക്കുന്നതിനും പ്രായപൂർത്തിയായ മുഴുവൻ ആളുകളും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന ഓർമ്മപ്പെടുത്തലും ലക്ഷ്യമിട്ട് നടത്തിയ ബോധവൽക്കരണ പരിപാടിക്ക് നേരെ ഇത്തരത്തിൽ അതിക്രമമുണ്ടായത് വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.